നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആദർശ. എവറി ചൈൽഡ് ഈസ് ആൻ ആർട്ടിസ്റ്റ്. ദ പ്രോബ്ലം ഈസ് ഹൗ ടു റിമെയിൻ ആൻ ആർട്ടിസ്റ്റ് വെൻ ഹി ഗ്രോസ് അപ്പ്. പ്രശസ്ത ചിത്രകാരനായ പാബ്ലോ പിക്കാസോയുടെ വരികളാണിവ. ഏതൊരു കുട്ടിയിലും ഒരു കലാകാരനുണ്ട്. ആ കുട്ടി വളരും തോറും ആ കലാകാരനെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് കുറച്ച് ക്രയോൺസും കുറച്ച് പേപ്പറും കൊടുക്കുകയാണെങ്കിൽ കുത്തി വരക്കാത്ത കുട്ടികളുണ്ടാവില്ല. കുട്ടി മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ, മനസ്സിൽ ഉള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കുട്ടി ഒരു പൂച്ചയെ കാണുകയാണെങ്കിൽ കുട്ടികൾ അതെന്തായാലും ഒബ്സർവ് ചെയ്യും. പൂച്ചയ്ക്ക് മീശയുണ്ട്, ചെവി, വാല്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യും അവർ. അപ്പോൾ അവർക്ക് അക്ഷരം അറിയാത്ത കുട്ടികളാണെങ്കിൽ അവർക്കത് പുറത്ത് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വര എന്നുള്ളത്. അപ്പോൾ അത് നൈസർഗികമായിട്ട് തന്നെ കുട്ടികളുടെ ഉള്ളിലുണ്ട്. രാജാ രവിവർമ്മയെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ ഭിത്തിയിൽ കരിക്കട്ട വെച്ചിട്ട് വരയ്ക്കുന്ന കണ്ടിട്ടാണ് അമ്മാവൻ വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അതുപോലെ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഒരു കലാകാരനുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ കോമ്പറ്റീഷൻ ലോകത്തിൽ മൊത്തം ഒരു കോമ്പറ്റീഷൻ ആയിപ്പോലും. അപ്പോൾ അതുപോലെ പരസ്പരം കമ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് ഈ പറഞ്ഞ കലാകാരന്മാരെ ഉയർന്നു വരുന്നതിൽ നിന്നും പിന്നോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങൾ. അതായത് ഒന്ന് എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ നല്ലോണം വരയ്ക്കുന്ന ഒരു കുട്ടീനെ സെലക്ട് ചെയ്യും. പിന്നെ ബാക്കി കുട്ടികളപ്പോൾ കുട്ടികൾക്ക് തന്നെ സ്വയം തോന്നും ഞാൻ വരയ്ക്കാൻ പറ്റില്ല എന്നെ കൊണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നുമില്ല. സീക്ക് ജോയ്, നോട്ട് പെർഫെക്ഷൻ. പെർഫെക്ഷൻ നോക്കേണ്ട കാര്യമില്ല. സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് വരയ്ക്കുക. ഹോബീസ് അല്ലേ ഈ വരയൊക്കെ വരുന്നത്. അപ്പം നമുക്ക് സന്തോഷം കിട്ടാവുന്ന രീതിയിൽ നമുക്ക് വരില്ല. കുട്ടികൾക്ക് മാക്സിമം വരയ്ക്കാനുള്ള അവസരം കൊടുക്കാം. മിക്കവരും ഞാനടക്കം ഈ ചുവരിൽ വരയ്ക്കുന്നതൊക്കെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ അതിന് പകരം നമുക്ക് പേപ്പറും ക്രയോൺസൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ മാത്രം വരയ്ക്കാൻ ശീലിപ്പിക്കാം. അപ്പോൾ എൻ്റെ മോൻ ചെറുതായപ്പോൾ മൊത്തം ചുവരിലാണ് വരച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മോളായപ്പോൾ ശ്രദ്ധിച്ചു. അവളോട് ആദ്യം പറഞ്ഞു ചുവരിൽ വരയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആദ്യം തന്നെ പേപ്പറും ക്രയോൺസുമാണ് കൊടുത്തത്. അതുകൊണ്ട് അവൾ ചുവരിൽ വരയ്ക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഇവൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ നോട്ട്ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പം ഡ്രോയിങ് ബുക്കൊക്കെ ആണെങ്കിൽ പൈസയൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ സാധാരണ നോട്ട്ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക, വരയില്ലാത്ത നോട്ട്ബുക്ക്. ഇവർക്കൊക്കെ ഞാനിപ്പോൾ 200 പേജിൻ്റെ സാധാ നോട്ട്ബുക്ക്, കുഞ്ഞു നോട്ട്ബുക്ക് വാങ്ങിച്ചു. അവൾക്ക് തന്നെ സ്വന്തം കൊടുക്കുകയാണ്, പെൻസിലും ഇറേസറും നോട്ട്ബുക്ക്. അപ്പോൾ അവൾക്ക് തോന്നുമ്പോഴൊക്കെ അവളിങ്ങനെ അതിൽ വരച്ചുകൊണ്ടിരിക്കും. അവളെന്തെങ്കിലും കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തിയ ശേഷം കുറവാണ്, കാരണം കളിയിലൊക്കെ ആയി പോകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാസം ക്വാറന്റൈനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ അവൾ ഫുൾ ടൈം വരയ്ക്കുമായിരുന്നു. അവൾ കാണുന്ന സാധനങ്ങളൊക്കെ, അവിടെ നായ്ക്കളുണ്ടായിരുന്നു ഒത്തിരി, അപ്പോൾ അതൊക്കെ അവളെ വരയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കുട്ടികൾ കാണുമ്പോൾ അവരത് ഒബ്സർവ് ചെയ്യും, അവരത് വരയ്ക്കും. അപ്പം നമ്മൾ കാണുന്നതിൽ കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ കുട്ടിക്ക്, ഇപ്പോൾ അക്ഷരം അറിയാത്തൊരു കുട്ടിക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് വര. അപ്പോൾ അതെല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ പെർഫെക്ഷൻ നോക്കാണ്ടിരിക്കുക, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് വെക്കാണ്ടിരിക്കുക. ഇത്ര വരക്കാൻ പറ്റിയാലേ ഒരു കലാകാരനാവും, കലാകാരിയാവും, അങ്ങനെയൊന്നും വെക്കാണ്ടിരിക്കുക. എല്ലാവരുടെയും ആർക്കും വരക്കാൻ പറ്റും, ഇന്ന ആൾക്കാർ വരക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വരക്കാൻ പറ്റാത്ത ആരുമില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈൻസും കർവ്സും ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ലൈൻസും കർവ്സും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഷേപ്പുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ നിത്യം കാണുന്ന എല്ലാ സാധനങ്ങളും ശ്രദ്ധിച്ചാൽ ഈ ലൈൻസും കർവ്സും തന്നെയാണ് അതിലൊക്കെ വരുന്നത്. അപ്പോൾ ഇത് വരയ്ക്കുന്നതിലൂടെ കുട്ടികളുടെ കൈ നന്നായി വഴങ്ങി വരും. കൂടാതെ നമ്മൾ എഴുതി പഠിക്കുമ്പോഴും ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, സ്ലിപ്പിംഗ് ലൈൻ ഒക്കെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അത് മെച്ചപ്പെടും. പിന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവും. പിന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ മെച്ചപ്പെടും. അങ്ങനെ പല ഗുണങ്ങളും ഇതുകൊണ്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മടുക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഈ വരകളും കർവുകളൊക്കെ വരപ്പിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഞാനിത് ഫോം ഷീറ്റുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വർണ്ണക്കടലാസുകളോ അല്ലെങ്കിൽ ഇലകളോ പൂക്കളോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ. ഇനിയിപ്പോൾ വരകളിട്ടിട്ടോ അല്ലെങ്കിൽ കളർ കൊടുത്തിട്ടോ അങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫോം ഷീറ്റുകളാണ്. ഇതുപോലെ ഷീറ്റ്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ആവശ്യമുള്ളത് ഒരു കത്രികയാണ്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടി പശ ആവശ്യമുണ്ട്. പിന്നെ പെൻസിൽ ആവശ്യമുണ്ട്, വരയ്ക്കാൻ വേണ്ടി പെൻസിൽ അല്ലെങ്കിൽ പെൻ. പിന്നെ വൃത്തം വരയ്ക്കാൻ വേണ്ടി ഞാനിത് ഇപ്പോൾ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നേരിട്ട് വരയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഞാൻ ഷീറ്റിൽ ഇതുപോലെ വൃത്തങ്ങൾ വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ആ ബോട്ടിൽ വെച്ചിട്ട് അതുപോലെ എന്തെങ്കിലും വൃത്തത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ നേരിട്ട് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ നേരിട്ട് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ ഒരുപാട് സ്ഥലം വേസ്റ്റായി പോകും. പക്ഷേ നമുക്ക് റെക്റ്റാങ്കിളും സ്ക്വയറും വേണം. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം.
അല്ലെങ്കിൽ വൃത്തം അടുത്തടുത്ത് വരച്ചില്ലെങ്കിൽ ഒരുപാട് ഷീറ്റുകൾ വേസ്റ്റായി പോവും. ഇപ്പോൾ ഞാൻ 2 നിറങ്ങളിലായി കുറേ സ്ക്വയറുകളും റെക്റ്റാങ്കിൾസും സർക്കിൾസൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സാധാ കേവ് മാത്രം വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരനിരയായിട്ട് കുറച്ച് സർക്കിളുകൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലൗഡ് ഷേപ്പിലുള്ള ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ വരുന്ന ലൈൻസ്. ഞാൻ വീണ്ടും സർക്കിളുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വിട്ട് ഒട്ടിക്കുക, അധികം അടുത്തല്ലാതെ. അതായത് നമ്മുടെ വേവ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് അകലത്തിലായിട്ട് ഒട്ടിക്കാം. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് വരപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ആ വൃത്തത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വരയ്ക്കാം. നമ്മളെ ആദ്യം വരച്ച പോലെ വിഗ്ലി വർമിനെയൊക്കെ വരച്ചതുപോലെ ഇങ്ങനെ വരയ്ക്കാം. അടുത്തത് ഇങ്ങനെയാണ് വരുന്നത്, ക്ലൗഡ്സ്. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ പെർഫെക്ഷനൊന്നും നോക്കേണ്ട കാര്യമില്ല, അവരങ്ങനെ വരച്ച് ശരിയായിക്കോളും. ഇനി അടുത്ത് ഞാൻ റെക്റ്റാങ്കിളുകളും പിന്നെ വൃത്തങ്ങളും കൂടെയാണ് വെക്കുന്നത്, റെക്റ്റാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. അപ്പോൾ ഇങ്ങനെ ഇടവിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ഇതുപോലത്തെ വലിയ കർവുകൾ നീളത്തിൽ കിട്ടും. അടുത്തത് ഞാൻ സ്ക്വയറുകളും റെക്റ്റാങ്കിളുകളും കൂടെയാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ ഒട്ടിക്കാം. അപ്പോൾ ഇത് വരുന്നത് കോമ്പിനേഷൻ ഓഫ് സ്റ്റാൻഡിങ് ലൈൻസ് ആൻഡ് സ്ലീപ്പിംഗ് ലൈൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ സ്ക്വയറുകളും റെക്റ്റാങ്കിളുകളും സർക്കിളുകളും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എങ്ങനെയുള്ള ലൈൻസ് വേണമെങ്കിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ കുട്ടികളോട് തന്നെ ഒട്ടിക്കാൻ പറയാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയുള്ള ലൈൻസ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.